ഈ ഫോട്ടോയിൽ കാണുന്ന ക്യൂട്ട് ലേഡി ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവരാണ് പ്രവചനങ്ങളുടെ രാജകുമാരിയായ ജപ്പാനീസ് മാംഗ ആർട്ടിസ്റ്റ് റിയോ തൽസുഗി. ഇപ്പോഴിതാ ജൂലൈ മാസത്തെക്കുറിച്ച് തൽസുഗി നടത്തിയ പ്രവചനത്തിന് പിന്നാലെ ലോകമൊട്ടാകെയുള്ള ആളുകൾ ഒന്നടങ്കം യാത്രകൾ റദ്ദ് ചെയ്യുകയാണെന്ന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്നല്ലേ? തൽസുഗിയുടെ ഈ പുതിയ പ്രവചനം തന്നെയാണ് കാരണം. അതായത് 2025 ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു സുനാമി ദുരന്തം ഉണ്ടാകുമെന്നാണ് തൽസുഗിയുടെ പുതിയ പ്രവചനം. ദ ഫ്യൂച്ചർ ഐ സീ എന്ന മാംഗയിലാണ് 2025 ജൂലൈയിൽ വലിയൊരു സുനാമി ദുരന്തം ജപ്പാനെ പിടിച്ച് കുലുക്കും എന്ന് തൽസുഗി പ്രവചിച്ചിരിക്കുന്നത്. ജപ്പാന്റെയും ഫിലിപ്പീൻസിന്റെയും ഇടയിലുള്ള ആഴക്കടലിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുകയും അതിന്റെ ഫലമായി സുനാമിയോ ഭൂകമ്പോ ഉണ്ടായേക്കാമെന്നാണ് തൽസുഗിയുടെ പുതിയ പ്രവചനം. മുൻപും സമാനമായ രീതിയിൽ തൽസുഗി 2 പ്രവചനങ്ങൾ നടത്തിയിരുന്നു. അത് സംഭവിച്ചതിനാൽ തന്നെയാണ് ലോകം ഇവരുടെ പുതിയ പ്രവചനത്തെ വളരെ ആശങ്കയോടുകൂടെ കാണുന്നത്. 2011 ജപ്പാനിലുണ്ടായ ടോഹോകു ഭൂകമ്പം റിക്ടർ സ്കെയിൽ ഏകദേശം 9.0 രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നത്. ഇതേ തുടർന്ന് സുനാമി ഉണ്ടാകുകയും ഏകദേശം 18,000-ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തൽസുഗി പ്രവചിച്ച ആണവ ദുരന്തവും ഇതേ തുടർന്നുണ്ടായി. ഫുക്തുഗയുടെ ജൂലൈ മാസത്തെ ഈ പുതിയ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗിൽ ഏകദേശം 83% ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. തെക്കൻ ഏഷ്യയിലുള്ള വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ യാത്രകൾ റദ്ദു ചെയ്യുകയാണ്. ഇതുമൂലം ജപ്പാന്റെ ടൂറിസം വരുമാനത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. തൽസുഗിയുടെ ഈ പുതിയ പ്രവചനത്തെ തുടർന്ന് ഇത്രയേറെ നഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെയും ജപ്പാൻ സർക്കാർ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. സുനാമി സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പുകളും അതിന് അനുയോജ്യമായ പരിശീലനങ്ങളും നടത്തിവരികയാണ് ജപ്പാൻ ഗവൺമെന്റ്. തൽസുഗിയുടെ ഇപ്പോഴത്തെ ഈ പുതിയ പ്രവചനത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും.